വീണ്ടും റിപ്പോർട്ടുകളിലേക്ക്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന് 150-ലധികം സൈനികരെ നഷ്ടപ്പെട്ടതായി റിപ്പോർട്ട്. പാകിസ്ഥാൻ മാധ്യമം സമ ടിവിയാണ് രേഖകൾ സഹിതം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സമ്മർദ്ദം ശക്തമായതോടെ സമ ടിവി റിപ്പോർട്ട് പിൻവലിക്കുകയും ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂറിൽ യഥാർത്ഥ നാശനഷ്ടങ്ങൾ പാകിസ്ഥാൻ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. ജിഷ്ണു, ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ 150-ലധികം സൈനികരെയാണ് ഇപ്പോൾ പാകിസ്ഥാന് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഒരു പാകിസ്ഥാൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ചില സമ്മർദ്ദങ്ങളെ തുടർന്ന് ഈ റിപ്പോർട്ട് പിൻവലിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. നിലവിൽ കൃത്യമായ ഒരു രേഖയും പാകിസ്ഥാൻ പുറത്തുവിട്ടിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ? ദൈവിക ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കനത്ത പ്രഹരം പാകിസ്ഥാന്റെ മണ്ണിൽ, അത് ഭീകര ക്യാമ്പുകളിലും അതിനുശേഷം പാകിസ്ഥാന്റെ സൈനിക വ്യോമതാവളങ്ങളിലും ഭാരതം നൽകിയിരുന്നു. കാരണം 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തപ്പോൾ അതിന് മറുപടിയുമായി അതിർത്തിയിൽ പ്രകോപനവുമായി എത്തിയത് പാകിസ്ഥാൻ സൈന്യമായിരുന്നു. ഭാരതത്തെ ആക്രമിക്കാൻ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമിക്കാനുള്ള ഒരു ശ്രമം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് നൽകി. അതിന് കനത്ത തിരിച്ചടി, അതായത് പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളിലേക്കാണ് റഫീഖിലെയും മുർദിലെയും റഹീം യാർ ഖാനിലെയും സുക്കൂറിലെയുമെല്ലാം സൈനിക കേന്ദ്രങ്ങളിലും കൂടാതെ സിയാൽകോട്ടിലെ വ്യോമതാവളത്തിലേക്കുമെല്ലാം മിസൈലുകൾ പായിപ്പിച്ചുകൊണ്ടായിരുന്നു ഭാരതത്തിൻ്റെ സൈന്യം കരുത്ത് കാട്ടിയത്. ആ തിരിച്ചടിയിൽ, ആ പ്രത്യാക്രമണത്തിൽ കനത്ത നാശനഷ്ടമുണ്ടായി എന്ന കണക്കുകൂട്ടൽ ഭാരതത്തിനുണ്ട്. പക്ഷേ അതിൻ്റെ നാശനഷ്ടത്തിൻ്റെ ഒരു കണക്കുകളും, അത് ഭീകര കേന്ദ്രത്തിൻ്റെ ആണെങ്കിലും സൈനിക കേന്ദ്രങ്ങളിലെയാണെങ്കിലും ഒരു നാശനഷ്ടത്തിൻ്റെയും ഔദ്യോഗികമായ കണക്കുകൾ പാകിസ്ഥാൻ പുറത്തുവിട്ടിരുന്നില്ല. ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാനിലെ മാധ്യമമായിട്ടുള്ള സമ ടിവി ഈ ഭാരതം നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാനിൽ 155ഓളം സൈനികർ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ രേഖകൾ സഹിതം റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഔദ്യോഗിക രേഖകൾ പ്രകാരമായിരുന്നു സമ ടിവി അത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭാരതം നടത്തിയ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാന് 155-ലധികം സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ളതായിരുന്നു ആ റിപ്പോർട്ട്. തുടർന്ന് അത് വലിയ വിവാദമാവുകയും പാകിസ്ഥാൻ സർക്കാരിൻ്റെയും സൈന്യത്തിൻ്റെയും സമ്മർദ്ദത്തെ തുടർന്ന് സമ ടിവി ആ റിപ്പോർട്ട് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും 155-ലധികം പാകിസ്ഥാൻ്റെ സൈനികർ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം. കൂടാതെ അതിലുമുപരി ഭീകരർ 9 ഭീകര കേന്ദ്രങ്ങളിലാണ് ബഹവൽപൂരിൽ ഉൾപ്പെടെ, അതായത് ഭീകരരും പാകിസ്ഥാൻ സൈന്യവും പാക് ചാരസംഘടനയായിട്ടുള്ള ISIയും ഏറ്റവും സുരക്ഷിതമെന്ന് കരുതിയിട്ടുള്ള ബഹവൽപൂരിലെ ഭീകര കേന്ദ്രത്തിൽ പോലും മിസൈലുകൾ പായിപ്പിക്കാൻ ഭാരതത്തിന് അന്ന് സാധിച്ചിരുന്നു. മൗലാന അസർ ഉൾപ്പെടെയുള്ള അവരുടെ അടുത്ത ആളുകൾ ജെയ്ഷെ മുഹമ്മദിൻ്റെയും ലഷ്കർ ഇ തോയ്ബയുടെയും എല്ലാം ഭീകര പരിശീലന കേന്ദ്രങ്ങളും ഭീകരർക്ക് നേതൃത്വം നൽകുന്നവരും ഭാരതത്തിൻ്റെ തിരിച്ചടിയിൽ കൊല്ലപ്പെട്ടു. അത്തരത്തിൽ കനത്ത നാശനഷ്ടം പാകിസ്ഥാന് അന്ന് ഓപ്പറേഷൻ സിന്ദൂർ വരുത്തിവെച്ചു. അതിൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് എന്നുള്ളത് സൈനിക കേന്ദ്രങ്ങളിലും വ്യോമതാവളങ്ങളിലും ഭാരതം നടത്തിയ തിരിച്ചടിയിൽ 155-ലധികം പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. 155-ലധികം സൈനികരെ പാകിസ്ഥാൻ നഷ്ടപ്പെട്ടു എന്ന വിവരങ്ങൾ തന്നെ പുറത്തേക്ക് വരികയാണ്. പക്ഷേ പാകിസ്ഥാൻ കൃത്യമായ കണക്കുകൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ രേഖകൾ പുറത്തേക്ക് വിടാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ് അവിടെ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾക്ക് പോലും ചില സമ്മർദ്ദങ്ങളെ തുടർന്ന് ഈ വിവരങ്ങളെല്ലാം പിൻവലിക്കേണ്ട സാഹചര്യം കൂടിയുണ്ട്.